കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഡീനാണ് ചാർലിന്റെ ആക്സിഡന്റിന് കാരണമെന്ന് മനസ്സിലായിരുന്നല്ലോ. ആ ഒരു പ്രശ്നത്തില് ബേബിനെ അടിയിട്ടായിരുന്നല്ലോ. അതുകൊണ്ട് അലൻ ബേബിന് മരുന്ന് കൊടുക്കുന്നതാണ് ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മൾ കാണുന്നത്. ഡീനിനെ പോലീസില് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടോണീനെ ഈ ഒരു കാര്യം വെച്ചിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡീനിനെ വിളിച്ച ആ ഒരു നമ്പർ മാത്രമാണ് ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അത് വെച്ചിട്ട് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ടോണി പണ്ടേക്ക് വേണ്ടി ആ ഒരു നമ്പറൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അലനാണെങ്കിൽ ആകെപ്പെടെ ടെൻഷൻ, സ്പൈ ചെയ്തിട്ട് പോലും ഒരു വിധത്തിലും ടോണീനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഈ ഒരു പ്രശ്നമൊക്കെ പെട്ടെന്ന് തന്നെ തീരുന്ന ജെഫും പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ വേയും പീറ്റും ആണെങ്കിൽ ബാറിലാണുള്ളത്. വേ ആണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ കുറേ കുടിച്ചോണ്ടിരിക്കുകയാണ്. പീറ്റ് അവസാനത്തെ ഡ്രിങ്ക് എടുത്തിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നത് കൊണ്ട് സിറ്റുവേഷൻ ബെറ്റർ ആവത്തില്ലെന്ന്. വേ പീറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ടോണീൻ്റെ അടുത്തുനിന്ന് വിട്ടു വന്നതെന്ന്. ബയോളജിക്കൽ പാരൻസിനെ പോലെ തന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാണ്ട് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ദത്തെടുക്കുന്നതെന്നുള്ളൊരു വിചാരമായിരുന്നു പീറ്റിനുണ്ടായിരുന്നത്. പക്ഷേ ആൾ വിചാരിച്ച കണക്കൊന്നും ആയിരുന്നില്ല നടന്നത്. ടോണി ബെനഫിറ്റിന് വേണ്ടി മാത്രമാണ് ആ ഒരു സ്നേഹം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മറ്റാർക്കും നടക്കരുത് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് പീറ്റ് അവിടെ നിന്ന് വന്നത്. ഇതൊക്കെ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന വേനെ ഒന്ന് ചെറിയാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇവിടെ ജെഫ് ആണെങ്കിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലാണെങ്കിൽ പറയുന്നതോ ടോണി പിള്ളേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാരിറ്റി ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ആ ഒരു ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും അങ്ങേരെയാണെങ്കിൽ പെൺപിള്ളേരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹാൻഡ്സും ആണ്, റിച്ച് ആണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അലനും നിൽക്കുന്നുണ്ട്. അപ്പാണ് അങ്ങോട്ടേക്ക് ബേബും വരുന്നത്. അവൻ്റെ അടുത്ത് കുറച്ച് റെസ്റ്റ് ചെയ്തോടെ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഇതുകൊണ്ട് എന്തായാലും ചാവത്തില്ലെന്നാണ് റിപ്ലൈ കൊടുക്കുന്നത്. അത്രത്തോളം ചാർലിൻ്റെ മരണം അവനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ബേബിന് ഇപ്പോൾ ആകെപ്പാടെ വേണ്ടത് ടോണീനെ എന്തെങ്കിലും ചെയ്യലാണ്. അതിനാദ്യം എവിഡൻസ് കണ്ടുപിടിക്കണമല്ലോ. അതിനെക്കുറിച്ചാണ് ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്ത് ചെയ്യുകയാണെങ്കിലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന് അലൻ പറയുന്നുണ്ട്. എന്നിട്ട് കിഡുവിൻ്റെ അടുത്ത് നീയും കൂടെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പം ഉണ്ടാവുമെന്ന് അവനും പറയുന്നുണ്ട്. പക്ഷെ ജെഫിൻ്റെ മുഖത്ത് മൊത്തത്തിലൊരു കള്ളലക്ഷണമാണ്. അതിൻ്റെ കാരണം വേറെ ഒന്നല്ല, നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെ തന്നെയാണ്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ചാർലീനെയാണ്. നമുക്കിത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് വലിയ ഷോക്കൊന്നുമില്ല, ഒല്ലി സന്തോഷം. ചാർലിക്ക് ഇപ്പോൾ ബോധമൊന്നും വന്നിട്ടില്ല. അവിടെ ഒരു അങ്കിളുണ്ട്. അങ്കിള് ചാർലീനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആരോ ഡോറ് നോക്കി എന്ന സൗണ്ട് കേൾക്കുന്നത്. അങ്കിള് ഇത് ആരാണെന്ന് അറിയാണ്ട് തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഡോറും തുറന്ന് നമ്മുടെ ജെഫ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ന് ഇവിടെയാണോ നിൽക്കുന്നതെന്നൊക്കെ അങ്കിള് ചോദിക്കുന്നുണ്ട്. ഇല്ല, തിരിച്ചു വരയില് ശരിയാവില്ല, അവർക്ക് സംശയം തോന്നുന്ന ജെഫും. ചാർലിന്റെ തോക്കിയാണോ ഒക്കെ ചോദിക്കുന്നുണ്ട്. ചത്തിട്ടില്ലെന്ന് ചാർലിയും. രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ചാർലി ചോദിക്കുന്നുണ്ട് സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ് ഉള്ളത് എന്ന്. നടന്ന കാര്യങ്ങളൊക്കെ ജെഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ എല്ലാവരും അവൻ മരിച്ചാലോ ഭയങ്കര വിഷമത്തിലാണെന്നും പ്രത്യേകിച്ച് ബേബിന്റെ അവസ്ഥ ഭയങ്കര മോശമാണെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താൻ മരിച്ചിട്ട് ബേബിന് ഭയങ്കര വിഷമാണെന്ന് അറിഞ്ഞേല് ചാർലിക്കാണെങ്കിൽ അതിലും വിഷമം. നീ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഇത് നിന്റെ തന്നെ പ്ലാൻ അല്ലേ എന്ന് ജെഫും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് എന്താണ് ശരിക്കും നടന്നത് എന്ന് നമ്മളെ കാണിക്കുന്നത്. അന്ന് ചാർലിയും ജെഫും കൂടെ സംസാരിച്ച സമയത്ത് നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എന്നെ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചായിരുന്നല്ലോ. അതിനുശേഷം ജെഫ് ടോണീൻ്റെ അടുത്ത് പോയിട്ട് ചാർലീനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ പറയുന്നുണ്ടായിരുന്നല്ലോ. വേറെ നല്ല ഇങ്ങനെ ആക്സിഡൻ്റ് ആക്കിയാൽ മതി, അതിനുശേഷം ഇങ്ങനെ കൊണ്ടുവരാമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ടോണിക്ക് കുറച്ച് മടിയുണ്ടെങ്കിലും തന്നെ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞ് ജെഫ് അത് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കെൻ്റെ പോയിട്ട് ഡീനിൻ്റെ അടുത്ത് ഇങ്ങനെ ആക്സിഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്യാസ് ലൈൻ കട്ട് ചെയ്യാൻ പറയുന്നത്. എനിക്ക് ഇങ്ങനത്തെ മോശപ്പെട്ട പരിപാടി ഒന്നും ചെയ്യാൻ വയ്യെന്നാണ് ഡീൻ ആദ്യം പറയുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കെൻ്റെ അവനെ ചെറുതായിട്ടൊന്ന് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അവനും അതിന് സമ്മതിക്കുന്നുണ്ട്. കൂടെ തന്നെ ആ ഒരു റെഡ് റേസിംഗ് ടീമിലേക്ക് ഇവനെയും കൂടെ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഡീൻ അത് സമ്മതിക്കുന്നത്. പക്ഷെ ഡീൻ പോയിട്ട് ചാർലിന്റെ കാറിൽ എന്തോ ചെയ്തതിന് ശേഷം ജെഫ് വന്നിട്ടും എന്തോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റേസ് നടക്കുന്ന സമയത്ത് ചാർലി വേണമെന്ന് വെച്ച് തന്നെ കണ്ണടച്ച് സ്റ്റിയറിംഗ് തിരിച്ചിട്ടൊക്കെയാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതും. അതേപോലെ ഇവരെ ഹെൽപ്പ് ചെയ്ത നേരത്തെ നമ്മൾ കണ്ട ആ ഒരു അങ്കിൾ ഉണ്ടല്ലോ, അദ്ദേഹമാണ് ചാർലിനെ നോക്കിയ ഡോക്ടറുടെ അടുത്ത് ഇങ്ങനെ ചാർലി മരിച്ചു എന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് സെറ്റാക്കിയത്. ഒരാൾ മരിച്ചു എന്ന് അയാളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കള്ളം പറയുന്നതിനോട് ഡോക്ടറിന് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഇവരുടെ ഒരു സെൻസിൻ്റെ കാര്യവും ആ ഒരു പ്രശ്നങ്ങളും ടോണീനെയും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ആ ഒരു ഡോക്ടർക്ക് അറിയാം. സ്പെഷ്യൽ ആയിട്ടുള്ള സെൻസുകളും ഉണ്ട്. ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവുമെന്നായിരുന്നു ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത്രത്തോളം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഡോക്ടറും അങ്കിളിനെ സഹായിക്കാൻ ഏറ്റത്. അങ്കിൾ തന്നെയാണ് ഒരു മരുന്ന് ഡോക്ടറുടെ അടുത്തേക്ക് കൊടുക്കുന്നത്. ആ ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ മരിച്ച കണക്കാണ് തോന്നിക്കുക. പൾസൊക്കെ താഴേക്കും
ആ ഒരു സെൻസസ് ഒക്കെ ഇല്ലാതാവും. ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ചാർലിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൻ കണ്ണൂർന്ന് ഡോക്ടറുടെ അടുത്ത് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഡോക്ടർ ആ ഒരു ഇഞ്ചക്ഷൻ ഇഞ്ചക്ട് ചെയ്യുന്നതും. അങ്ങനെ പൾസ് ഭയങ്കരമായിട്ട് താന്നു പോകുന്നുണ്ട്. അതേപോലെ ചാർലിന്റെ അടുത്ത് ഉണ്ടായിരുന്ന സെൻസുകൾ ബേബിന്റെ അടുത്തേക്ക് തിരിച്ചും പോകുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം ചാർലിനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് അങ്കിളാണ് അവന് തിരിച്ച് ആ ഒരു പൾസൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുത്തത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ചാർലിന്റെ ഫേക്ക് മരണത്തിന്റെ പിന്നാമ്പുറ കഥകൾ. അങ്ങനെ സന്ധ്യാവുമ്പം ചാർലി ഒന്ന് നടന്നൊക്കെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സംസാരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ചാർലിന്റെ മേത്ത് ആ ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്തത് ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയാത്തൊരു കാര്യമായിരുന്നു. ഇപ്പൊ അവന്റെ അടുത്ത് ഇല്ലാത്ത സെൻസുകൾ കുറച്ച് കഴിയുമ്പം തിരിച്ചു വരുമോ അല്ലെങ്കിൽ ഒരിക്കലും വരാതിരിക്കുമോന്നുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അപ്പൊ ഞാൻ ലാബിലെ എലിയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ചാർലി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അങ്കിൾ റെവേലിനെ ഇവൻ അറിയാന്ന്. ജെഫ് വീട് വിട്ടിറങ്ങിയിട്ട് ടോണീന്റെ ഗാർഡ്സിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അതിനെ ഹെൽപ്പ് ചെയ്തത് അങ്കിളായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയം. അങ്കിളിനറിയാം ടോണി എന്താണ് ഈ അഡോപ്റ്റ് ചെയ്ത പിള്ളേരെ കൊണ്ട് കാണിക്കുന്നതെന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്കിള് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അങ്കിളിന് നിനക്കൊരാളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആൾക്ക് തന്നെ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടാവുമെന്ന് ജെഫും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സെൻസ് ഉള്ളത് ഒരു ശാപം കണക്കാണ്. അതില്ലാതെ തന്നെയാണ് ഇവർക്കും വലിയ താല്പര്യം. അതിനു വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം ലാബിൽ എലിയാവാനും ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജെഫ് അലന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നേരെ കയറി വരുമ്പോണ്ട് അലൻ അവിടെ സ്റ്റെപ്പിൽ ഇരിക്കുകയാണ്. സംഭവം ജെഫ് അവിടുന്ന് രാത്രിയാണ് പുറപ്പെട്ടതെങ്കിലും ഇവിടെ എത്തുന്നത് രാവിലെയാണ്. നൈറ്റ് മൊത്തം ജെഫിനെ കാണാണ്ട് അലൻ ആകെപ്പാടെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ടോണി ഇപ്പം എന്തെങ്കിലും ചെയ്തോന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല പോയത്, അങ്കിളിന്റെ വീട്ടിലായിരുന്നു. എനിക്ക് കുറച്ചൊരു ഒറ്റയ്ക്ക് ഇരിക്കണമായിരുന്നു, കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടായിരുന്നു എന്ന്. ഇവിടെയാണെങ്കിൽ ഭയങ്കര ഫാമായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷെ സോണിക്കും നോർത്തും കൂടെ സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അലന്റെ സെക്കൻഡ് എന്നുള്ള നിലയ്ക്ക് നിനക്ക് അതിൻ്റെതായ പ്രിവിലേജസ് ഉണ്ട് എന്ന് അലൻ. അതിന് ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ലല്ലോ എന്ന് ജെഫ്. ഇപ്പൊ തന്നെ കുറെ ദിവസമായി. ഇനിയിപ്പൊ ഞാൻ ആ ചാൻസ് വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരും. പക്ഷെ ആ ഒരു സ്ഥാനത്തേക്ക് ഞാൻ വേറെ ആരെയും ചിന്തിച്ചിട്ടില്ലെന്ന് അലൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ജെഫ് പറയുന്നുണ്ട് നന്നായിട്ടൊന്ന് ചിന്തിക്ക്, ഞാൻ നിങ്ങൾക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാണ്. ഞാൻ ബെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് തന്നെയാണെന്ന് അലനും. നിങ്ങളെ വിഷമിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞ് ജെഫ് അവിടുന്ന് കീർപ്പുമാണ്. അലനാണെങ്കിൽ ഈ ചെറുക്കനിപ്പം പിടിവാശി കുറച്ച് കൂടി വരുന്നുണ്ട്. എന്താക്കോ എന്തോന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. അങ്ങനെ അടുത്ത സീനിൽ നോക്കുമ്പം സോണിക്കും നോർത്തും കൂടി ആണെങ്കിൽ ഫേസ് ക്രീം ഇട്ടുകൊടുത്ത് സ്നേഹം പരസ്പരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അലൻ്റെ അടുത്ത് പറയുന്നുണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഗിവപ്പ് ആവരുത്. കണ്ടിടത്തോളം ജെഫിനെ നിങ്ങളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നല്ല രീതിക്ക് പെരുമാറത്തില്ലല്ലോ. ഞങ്ങളൊക്കെ അവൻ്റെ അടുത്തേക്ക് പോയാൽ തന്നെ മൈൻഡ് ആക്കത്തില്ല, നിങ്ങൾ നന്നായിട്ടേ കെയർ ചെയ്തല്ലേ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ഗിവപ്പ് ചെയ്യാതെ എന്ന് പറഞ്ഞു. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇപ്പം ശരിക്കും എന്താക്കണ്ടേന്ന് എനിക്കൊരു പിടുത്തമില്ല. ഏകദേശം 1 വർഷമായിട്ട് ഡേറ്റും ചെയ്തിട്ടില്ല. പോരാത്തന്നെ ഞങ്ങൾ തമ്മിലാണെങ്കിൽ നല്ല ഏജ് ഗ്യാപ്പ് ഉണ്ട് എന്ന് അലൻ വിഷമിച്ച് പറയുമ്പം ഇവന്മാരാണെങ്കിൽ ഭയങ്കര വയസ്സായ ആള് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരുന്നങ്ങ് കളിയാക്കുവാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ജെഫിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നോർത്താണ് പറഞ്ഞു കൊടുക്കുന്നത്. ജെഫിനെ റൂഫ് ടോപ്പിലേക്ക് കൂട്ടിയിട്ട് പോയിട്ട് ഹെലികോപ്റ്ററിൽ വന്ന് കയ്യിൽ കിസ് ചെയ്ത് പ്രപ്പോസ് ചെയ്യാനാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സോണിക്കാണെങ്കിൽ പറയുന്നത് ഒരു വലിയ ഷോപ്പിംഗ് മാളിലേക്ക് കൂട്ടിയിട്ട് പോയിട്ട് ജെഫിനെ എനിക്കിഷ്ടമാണ്, നീ എൻ്റെ ബോയ് ഫ്രണ്ട് ഇട്ടിരിക്കുമോ എന്ന് ചോദിച്ച് പ്രപ്പോസ് ചെയ്യാൻ, അതും അനൗൺസ് ചെയ്ത് പ്രപ്പോസ് ചെയ്യാനാണ് പറയുന്നത്. രണ്ടിനെയും കൊണ്ട് ഒരു ഉപകാരം ഇല്ലെന്ന് പറഞ്ഞിട്ട് അലൻ രണ്ടിൻ്റെ മണ്ടയ്ക്ക് എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളെ കുഴപ്പം, ഞങ്ങളെപ്പോലെയുള്ള യൂത്തിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്തിനൊക്കെ കാണിക്കുക പറഞ്ഞിട്ടാണ് ഉമ്മാർ നിൽക്കുന്നത്. അങ്ങനെ കാര്യമായിട്ട് എന്തോ പറയാൻ വരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കിമ്മ് നിങ്ങൾ കഴിക്കുന്നില്ലേന്ന് ചോദിച്ചു വരുന്നത്. എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കിമ്മ അവിടുന്ന് പോയി കഴിയുന്ന സമയത്ത് സോണിക്ക് നോർത്ത് നോക്കുകയാണെങ്കിൽ അല്ല ഇത് നമ്മളെ വീടല്ലേ, അവൻ പെട്ടെന്ന് ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ആയല്ലോ, എന്തുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് എന്തുവാണെങ്കിലും എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകാൻ നിൽക്കുവാണ്. അതും അലൻ്റെ അടുത്ത് ഫൈറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോർത്ത് പോകുന്നത്. സോണിക്കാണെങ്കിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് യങ് ആയിട്ടൊരു പയ്യനെ സെറ്റാക്കണമെങ്കിൽ നിങ്ങളും യങ് ആയിട്ടിരിക്കണം, എന്നാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഇത് കേട്ടിട്ട് അലനും അതെ യങ് ആയിട്ടിരിക്കണം എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ട് എന്തോന്ന് അപ്പം ഞാൻ വയസ്സായെന്നല്ലേ അവൻ പറഞ്ഞിട്ട് പോയതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ക്രീമൊക്കെ തേച്ച് ഫോൺ എടുത്താൽ ഭയങ്കര നെർവസ് ആയിട്ട് ജെഫിനെ മെസ്സേജ് അയക്കാൻ വേണ്ടി നിൽക്കുവാണ്. കുറേ പ്രാവശ്യം മടിച്ച് ട്രൈ ചെയ്ത് എന്താ പറയേണ്ടതെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ അവസാനം നീ ഫ്രീ ആണോ, എനിക്ക് നിൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നിട്ടും ഭയങ്കര നെർവസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ബേബ് പീറ്റിൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് പീറ്റിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. എവിടുന്ന് സംസാരിച്ചാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റൂം കാർഡ് കണ്ട് കൊടുത്തിട്ട് പീറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്.
അപ്പൊ ബേബ് ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ആരോ വീഡിയോ എടുക്കുന്നുണ്ട്. കെന്റന്റെ ആളാണ്. അതുകൊണ്ട് കാണിക്കുന്ന സമയത്ത് അപ്പൊ ഇവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് കെന്റയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അതൊന്നും വേണ്ട, എക്സൻട്ര വലിയ കാര്യമൊന്നല്ല, പിന്നെ പ്രശ്നമുള്ളത് പീറ്റിന്റെ കാര്യത്തിലാണ്, അത് നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നോക്കിക്കോളാന്ന് കെന്റ. ഇവിടെ നമ്മുടെ അലനും ജെഫും കൂടെ മീറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കൂടെ സ്കേറ്റ് ചെയ്യാണ്. പാവം അലനാണെങ്കിൽ മര്യാദയ്ക്ക് സ്കേറ്റ് ചെയ്യാൻ പോലും അറിയത്തില്ല. പാവം വീഴാൻ പോകുന്ന സമയത്ത് ജെഫ് വന്ന് പിടിക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ച് രണ്ടുപേരും കൂടെ കണ്ണിലേക്ക് കുറേ നേരം നോക്കിയിരിക്കുന്നുണ്ട്. ഒരു കുട്ടി ബ്രേക്ക് എടുത്ത് രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്ന സമയത്ത് ജെഫ് ചോദിക്കുന്നുണ്ട് അലന്റെ സെക്കൻഡ് എന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇനി വലുതായിട്ട് കെയർ ചെയ്യുന്ന തോന്നുന്നില്ലല്ലോ എന്ന്. ഇല്ലെന്ന് അലൻ. നീ എന്നെ 100 പ്രാവശ്യം റിജക്ട് ചെയ്താലും 101ാമത്തെ പ്രാവശ്യം പിന്നെ ഞാൻ ചോദിക്കുന്ന അലൻ. എനിക്ക് അലന്റെ സെക്കൻഡ് അല്ല നിന്നെയാ വേണ്ടത് എന്ന് പറയാണ്. ആളിങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ പറയുന്ന കേട്ടിട്ട് ജെഫിനാണെങ്കിൽ നാണവും ചിരിയൊക്കെ വന്നിട്ട് മേല പാവം വരുന്ന ചിരിയൊക്കെ അടക്കി പിടിച്ച് തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പം അലനാണെങ്കിൽ കുറച്ചും കൂടെ റൊമാൻറ്റിക് ആയിട്ട് എനിക്ക് വളരെ സ്റ്റബൂണായിട്ടുള്ള ടൈറ്റ് ലിപ്പുള്ള പറഞ്ഞാൽ കേൾക്കാത്ത ആരെയും വിശ്വാസം ഇല്ലാത്ത ആരെയും വിശ്വാസം ഇല്ലെങ്കിൽ പോലും എൻ്റെ അടുത്ത് ഫസ്റ്റ് എന്നെ ക്ലോസ് ആയിട്ട് ഇരുന്ന ആൾക്കാരെ നെർവസ് ആക്കാൻ ഇഷ്ടമുള്ള ആളെയാണ് എനിക്കിഷ്ടം. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാലോ എന്ന് അലൻ. ഇതൊക്കെ അലനാണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് പറയുന്നത്. ജെഫിനാണെങ്കിൽ അലൻ്റെ കണ്ണിലേക്ക് മുഖത്തേക്ക് പോലെ നോക്കാൻ പോലും പറ്റുന്നില്ല. ചെക്കനാണെങ്കിൽ അത്രത്തോളം ഷൈ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് അലനൊരു ബ്രേസ്ലെറ്റ് എടുക്കാണ്. അതിൽ എ എന്നുള്ള ലെറ്റർ ഉണ്ട്. അത് ജെഫിൻ്റെ കയ്യിലേക്ക് ഇട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കാണുന്നത് അലൻ്റെ കയ്യിൽ ഓൾറെഡി തന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. അതിൽ ജെ എന്നാണ് ഉള്ളത്. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അലൻ പറയാണ് ഇനിയും എൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോരുത്. നീ വിചാരിക്കുന്ന കണക്ക് ഡേറ്റ് ചെയ്യുന്നത് അത്ര സ്കേറി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന്. പക്ഷെ എനിക്ക് നിൻ്റെ ഫ്യൂച്ചർ കാണാൻ പറ്റും. നീ എൻ്റെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം പോലും എനിക്ക് കാണാൻ പറ്റും. പിന്നീട് അതൊക്കെ ഒരു ഭാരമായിട്ട് ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആർക്കും ഒരു ഭാരമായിട്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിക്കാണ് ജെഫ് പറയുന്നത്. നീ എൻ്റെ ഫ്യൂച്ചർ കാണുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം എൻ്റെ ഫ്യൂച്ചർ മൊത്തത്തിൽ നിനക്ക് തരാൻ ഞാൻ തയ്യാറാണെന്നാണ് അലൻ അതിന് റിപ്ലൈ കൊടുക്കുന്നത്. പക്ഷേ ഞാനൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ചൈൽഡാണ്. എനിക്ക് എൻ്റെ സെൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ് ജെഫ് പറയുന്നത്. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് അലൻ പറയുന്നത്. ഒരു യങ് ആയിട്ടുള്ളൊരു പേഴ്സണെ പോലെ കാണാൻ എനിക്ക് പറ്റത്തില്ലായിരിക്കാം, പക്ഷെ ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലെന്ന് അലൻ. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു ബ്രേസ്ലെറ്റൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ പയ്യന്മാർ രണ്ടും കൂടെ റൂമിലേക്ക് വരുന്നത് തന്നെ ഈ ഒരു രീതിക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് നമ്മൾ പരസ്പരം അറിയണ്ടേന്ന്. അതിനൊക്കെ ഇനി ഒരുപാട് ടൈം ഉണ്ടെന്ന് അലൻ. അങ്ങനെ പിന്നെയും ചെയ്തുകൊണ്ടിരുന്ന പണി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇഷ്ടമാണ് എന്ന് ജെഫ് പറയുന്നുണ്ട്. എന്നിട്ട് മാറ്റി പറയുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന്. അറിയാമെന്നും പറഞ്ഞ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ കുറച്ചിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് മര്യാദയ്ക്ക് നമ്മുടെ ജെഫ് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. കോപ്പറേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്താണെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട്. ഈ സീനൊക്കെ എന്തോ ഒരു ആസ്വദിച്ച് വിശദീകരിച്ച് പറയാൻ പറ്റുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാം, എൻ്റെ അമ്മൂമ്മ ഇവിടെ വന്നിരിപ്പുണ്ട്, പറയാൻ പറ്റത്തില്ല. ഒരു വല്ലാത്തൊരു സിറ്റുവേഷനായിപ്പോയി. അങ്ങനെ ബെഡിലുള്ള കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാത്റൂമിൽ നിന്നാണ് അങ്ങനെ കിസ്സൊക്കെ ചെയ്ത് രണ്ടുപേരും കൂടെ ബാത്ത് കിടക്കുവാണ്. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആണെന്ന് ജെഫ്. അതിനിപ്പോൾ എന്താ കുഴപ്പം, ഞാൻ തന്നെയായിരിക്കും നിന്റെ ഫസ്റ്റും ലാസ്റ്റും എന്ന് അലൻ. അങ്ങനെ പയ്യന്മാരിവിടെ സെറ്റായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഇതേ സമയത്ത് കെൻഡി ആണെങ്കിൽ അവിടെ കാര്യമായിട്ട് ഒരു കാര്യം ആലോചിച്ച് നോക്കാണ്. ചെറുപ്പത്തിൽ ടോണി കുഞ്ഞു കെൻഡേനെ പീറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കളിക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. നമുക്ക് പുറത്ത് പോയിട്ട് ഫുട്ബോൾ കളിക്കാന്ന് പീറ്റ് പറയുമ്പം ഇല്ല, അച്ഛനെൻ്റെ അടുത്ത് വീടിൻ്റെ അകത്ത് തന്നെ നിൽക്കാനാണ് പറഞ്ഞത് എന്ന് കെൻഡ. ആൽഫകൾ മാത്രമേ പുറത്തുനിന്ന് കളിക്കാൻ പാടുള്ളൂ എന്നാ പറഞ്ഞത് എന്ന്. അതിനിപ്പോൾ എന്താ കുഴപ്പം, ഫ്രണ്ട്സ് തമ്മിൽ ആൽഫ അല്ലെങ്കിൽ നോർമലി എന്നൊന്നുള്ള വ്യത്യാസമില്ല. എൻ്റെ അടുത്ത് നിൻ്റെ കൂടെ കളിക്കാൻ പറഞ്ഞിട്ടല്ലേ പോയത്, നമുക്ക് ഒരുമിച്ച് കളിക്കാം. നീ ഇപ്പോൾ അഥവാ അച്ഛൻ വല്ല വഴക്കം പറയുകയാണെങ്കിൽ ഞാൻ നിൻ്റെ സപ്പോർട്ടിന് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പീറ്റ് അവനെയും കൂട്ടി കളിക്കാൻ പോകുന്നുണ്ട്. ഇക്കാര്യം ആലോചിച്ച് കെൻഡ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പീറ്റ് വരുന്നുണ്ട്. നീ അച്ഛനെതിരെ നിൽക്കാൻ പോവാണോ എന്നാണ് കെൻഡ ചോദിക്കുന്നത്. അച്ഛൻ ഇത്രയും ബാഡായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് അറിഞ്ഞിട്ടും നീ എങ്ങനെയാ അച്ഛൻ്റെ സൈഡ് തന്നെ നിൽക്കുന്നതെന്ന് പീറ്റും ചോദിക്കണ്ട. അപ്പോൾ ഒരു കാര്യം നമ്മളെ കാണിക്കുകയാണ്. പണ്ട് പീറ്റ് ടോണി ഏതോ ഒരു കൊച്ചിനെ ആർക്കോ വിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരിക്കണം ഇങ്ങനൊരു സംഭവം പീറ്റിന് മനസ്സിലാവുന്നത്. എന്തായാലും ആ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. അച്ഛനാണ് എനിക്കൊരു ലൈഫ് വന്നത്, ആരെയൊക്കെ ചതിക്കാൻ പറ്റിയാലും എനിക്ക് അച്ഛനെ ചതിക്കാൻ പറ്റത്തില്ലെന്നാണ് കെൻഡ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞ് പീറ്റ് അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവനെ പിടിച്ചു നിർത്തിയിട്ട്
നീ ഇവിടെ നിന്ന് ഇപ്പോൾ പോയാൽ നമ്മളെ പിന്നെ ബ്രദേഴ്സ് ആയിരിക്കില്ലെന്ന് കെൻഡ പറയുന്നുണ്ട്. അപ്പോഴും പീറ്റർ കുറച്ചു നേരം കെൻഡനെ നോക്കി നിന്നിട്ട് ആ കൈ തട്ടി മാറ്റിയിട്ട് അവിടുന്ന് പോവാണ്. പോകുന്നതിന് മുന്നേ അവിടെ നിന്ന് ഒന്നുകൂടെ കെൻഡനെ ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. പീറ്റർ പോയതിന് ശേഷം കെൻഡയാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള കത്തിയെടുത്ത് ഒന്ന് നോക്കുന്നുണ്ട്. ചെക്കൻ്റെ ഉദ്ദേശം എന്താണോ എന്തോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പീറ്റർ ബേബിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ടോണിക്കെതിരെയുള്ള കുറേ എവിഡൻസ് രണ്ടും കൂടെ കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. പീറ്ററിന് ആകെപ്പെടെ കിട്ടിയിട്ടുള്ളത് ടോണി കുറേ പിള്ളേരെ മറ്റ് രാജ്യങ്ങളിലേക്ക് അടക്കമുള്ള വലിയ പണക്കാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കുട്ടികളുടെ ലിസ്റ്റാണ്. പക്ഷേ ഈ ഒരു ലിസ്റ്റ് ടോണി ഇങ്ങനെ ഹ്യൂമൻ ട്രാഫിക്കിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ല. ടോണി പ്രത്യേകിച്ച് പൈസ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ആ കുട്ടികളെ കൊടുത്ത് തിരിച്ച് മേടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് തെളിവൊന്നുമില്ല. ഇപ്പം ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഡെഡ് എൻഡിൽ എന്നെ എത്തിയല്ലേ എന്ന് പറഞ്ഞ് ബേബി സംസാരിക്കുന്ന സമയത്ത് പീറ്റ് പറയുന്നുണ്ട്, ഒരേ ഒരു വഴിയുണ്ട്, അറിയാവുന്ന ആളുടെ അടുത്തേക്ക് എന്നെ പോകണം, പക്ഷെ നിനക്കത് ഇഷ്ടപ്പെടില്ലെന്ന് പറയുവാണ്. വേണ്ട കാര്യമാണ് പറയുന്നത്. വേന്ന് കേട്ടതും ബേബാണെങ്കിൽ അത് വേണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ബാറിലാണ്. അവിടെ വേയാണെങ്കിൽ കുടിച്ച് ബോധമില്ലാണ്ട് അവിടെ കിടക്കുവാണ്. ബാറ് ക്ലോസ് ആയി എന്ന് പറഞ്ഞ് അവിടുത്തെ ബാറിലെ പയ്യൻ വന്ന് വിളിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒറ്റയ്ക്ക് ഓടിച്ചു നോക്കോളാന്നാണ് പറയുന്നത്. ഈ കണ്ടീഷനിൽ അത് നടക്കില്ലെന്ന് ആ പയ്യൻ ഉറപ്പുണ്ട്. അതുകൊണ്ട് ഒരുപാട് നിർബന്ധിച്ച് വേനയും കൊണ്ട് കാർ സർവീസിനെ വിളിക്കാൻ വേണ്ടി സമ്മതിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പുറത്ത് പീറ്റ് ആണെങ്കിൽ റൂമിലേക്ക് കയറുന്ന സമയത്ത് കെൻറ്റ വന്ന് കഴുത്തിനെ കത്തിയച്ച് ഇതൊക്കെ നിർത്താൻ പറയുവാണ്. പീറ്റ് ഉണ്ടോ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ പീറ്റും കെൻറ്റയും തമ്മിലാണെങ്കിൽ ഭയങ്കരമായിട്ട് അടി നടക്കുവാണ്. കെൻറ്റൻ്റെ കയ്യിലാണെങ്കിൽ കത്തിയുണ്ട്. പീറ്റിനെ അടിച്ച് താഴെ കെട്ടിയിട്ട് കെൻറ്റ കുത്താൻ വേണ്ടി വരുന്നുണ്ട്. നെഞ്ചിൻ്റെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. കുറേ നേരത്തെ ബലപ്രയോഗത്തിന് ശേഷം പീറ്റ് കെൻറ്റനെ പിടിച്ച് തള്ളി മാറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെ അടി നടക്കുന്നു. പിന്നെയും അതേ കണക്ക് തന്നെ കെൻറ്റ പീറ്റിന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കാനെന്നോളം പിടിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവനൊരു കാര്യം ആലോചിച്ച് നോക്കാണ്. ഇവര് പണ്ട് മുതലേ തന്നെ ഭയങ്കര കമ്പനിയാണല്ലോ. അപ്പോൾ പണ്ട് കുറച്ച് വലുതായതിന് ശേഷം ഇവര് ഫുട്ബോളൊക്കെ കളിച്ച് ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പം അടുത്ത ദിവസം ബാഡ്മിൻ്റൺ കളിക്കാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് കെൻറ്റ ആണെങ്കിൽ കുറച്ച് ഇഷ്ടത്തോടെ പീറ്റിനെ നോക്കുന്നുണ്ട്. കണ്ടിട്ട് കെൻറ്റയ്ക്ക് പീറ്റിനെ ഇഷ്ടമായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ചു നേരം നോക്കിയിട്ട് കവിളിൽ കിസ് ചെയ്യാനെന്നോട് അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് പീറ്റ് തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെ ചെറുതായിട്ട് ലിപ്റ്റ് ലിപ്പ് കിസ് ആവുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. എന്നിട്ട് കെൻഡ അവിടെ നിന്ന് എണീറ്റുവാണ്. ഈ ഒരു കാര്യം ആലോചിച്ച് ഇപ്പൊ പ്രസന്റിലെ കെൻഡയ്ക്ക് പീറ്റിന്റെ നെഞ്ചിലേക്ക് ആ ഒരു കത്തി കുത്തിയിറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ നെഞ്ചിനോട് അടുത്ത് തന്നെയാണ് കത്തി പിടിച്ച്, അതും ബലത്തിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കണ്ട കണക്ക് തന്നെ പീറ്റും കെൻഡയും കൂടെ അടി ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. കെൻഡ പീറ്റിനെ കുത്താൻ വേണ്ടിയിട്ട് നെഞ്ചിനടുത്ത് വരെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ ബലപ്രയോഗം നടത്തുന്നിടയിൽ ഇവരുടെ പാസ്റ്റും കാണിക്കുന്നുണ്ട് ആ ഒരു കിസ് ചെയ്ത കാര്യമൊക്കെ. കെൻഡൻ്റെ എക്സ്പ്രഷനൊക്കെ വെച്ച് കണ്ടിട്ട് അവന് പീറ്റിനൊന്നും ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ബലപ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ കറക്റ്റായിട്ട് വേ വന്ന് കെൻഡനെ തള്ളി മാറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ കെൻഡ അവിടെ നിന്ന് പോകുന്നുണ്ട്. വേ കെൻഡൻ്റെ പുറകെ പോകാൻ നോക്കുന്ന സമയത്ത് പീറ്റ് അവനെ തടഞ്ഞു നോക്കുകയാണ്. അവനെ എന്തെങ്കിലും ചെയ്തിട്ടും കാര്യമില്ല, ടോണീൻ്റെ ഓർഡർ അനുസരിച്ച് മാത്രമാണ് അവൻ ചെയ്യുന്നതെന്ന് പീറ്റ്. വേ കുറച്ചേരം പീറ്റിനെ നോക്കിയിട്ട് അവൻ്റെ മേത്തേക്ക് കൈ വെക്കുന്നുണ്ട്. പീറ്റ് വേൻ്റെ കയ്യിലും പിടിക്കുന്നുണ്ട്. കെൻഡൻ്റെ അടുത്ത് അടി ഉണ്ടാക്കിയ സമയത്ത് പീറ്റിൻ്റെ കഴുത്ത് കുറച്ച് മുറിഞ്ഞിട്ടുണ്ട്. അവിടെ വേ മരുന്ന് വെച്ച് കൊടുക്കുന്ന സമയത്ത് എന്തിനാ നീ എന്നെ തടഞ്ഞത്? ടോണീൻ്റെ ഓർഡേഴ്സാണ് അവൻ ഫോളോ ചെയ്യുന്നെങ്കിൽ പോലും നിന്നെ കൊല്ലാനാ വന്നത് എന്ന് വേ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവര് അച്ഛൻ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുമ്പോൾ ടോണി എന്നാക്കി പറയുന്നത് കേട്ടോ. വേക്ക് അതിന് പീറ്റ് മറുപടി കൊടുക്കുന്നത്, ഞങ്ങളെ ശരിക്കും ബ്രദേഴ്സിനെ പോലെയാണ്, ടോണി വിചാരിച്ചിട്ട് പോലും ഞങ്ങളെ പിരിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്. എന്തായാലും അവൻ എന്നെ ഒരു ബ്രദറായിട്ട് തന്നെയാണ് കാണുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് പറയുന്നത്. അവനെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പീറ്റ് പറയുന്നുണ്ട്. കൂടെ തന്നെ വേനെയും ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നടക്ക് എന്ന് പറയുന്നുണ്ട്. എന്നെ നിന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് വേയ പറ്റുന്ന പീറ്റും. അല്ലായിരുന്നെങ്കിൽ നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇന്നിങ്ങോട്ട് വരത്തില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ചുമ്മാ കാണാൻ വന്നതാണെന്നാണ് അതിന് വേ കൊടുക്കുന്ന മറുപടി. അപ്പോൾ പീറ്റ കുറച്ച് മടിച്ചിട്ടാണെങ്കിലും വേൻ്റെ തോളത്തേക്ക് കൈവെക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിനക്ക് ശരിക്കും ടോണീനെ ബീറ്റ് ചെയ്യണം എന്നല്ലേ ആഗ്രഹം, പക്ഷെ എൻ്റെ വഴി നിനക്ക് അറിയാഞ്ഞിട്ടല്ലേന്ന്. നീ നിൻ്റെ സ്പെഷ്യൽ സെൻസ് യൂസ് ചെയ്തോന്ന് തിരിച്ച് വേ ചോദിക്കുകയാണ്. പീറ്റിൻ്റെ കഴിവ് മറ്റുള്ളവരുടെ മൈൻഡ് റീഡ് ചെയ്യലാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് യൂസ് ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ചില സമയത്ത് അത് യൂസ് ചെയ്യേണ്ടി വരും. നീ ഞാനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ സമ്മതിക്കത്തില്ലായിരുന്നല്ലോ എന്ന് പീറ്റ് വേൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് അവന് ഭയങ്കരമായിട്ട് ധൈര്യം കിട്ടുന്ന കണക്ക് കുറച്ച് സംസാരിക്കുന്നുണ്ട്. ടോണി എപ്പോഴും വേക്ക് വലിയ കഴിവൊന്നും ഇല്ല എന്നാണല്ലോ പറയുന്നത്, പക്ഷെ അതേപോലെയല്ല, നിനക്ക് നിന്റെ വഴി ചൂസ് ചെയ്യാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ടോണി ആണെങ്കിൽ കെൻഡനെ ഭയങ്കരമായിട്ട് പിടിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൽഫ കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കെൻഡൻ്റെ അടുത്ത് ടോണി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ അവനാണെങ്കിൽ
വലിയ കഴിവൊന്നുമുള്ള പിള്ളേരെയല്ല കൊണ്ടുവന്നിട്ടുള്ളത്, ആൽഫാസിനെ അല്ല. ഇക്കാര്യത്തിന് അറഞ്ചം പറഞ്ഞു വിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കെൻഡ പറയുന്നത്, അവരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവരെ ബെറ്റർ ആയിക്കോളുന്ന്. എന്തുവാ നീ പറയുന്നത്? നിന്നെ ഞാൻ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ഇട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ? ഇല്ല, നീ സാധാരണ ഒരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും ഭയങ്കരമായിട്ടിരുന്ന വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഒരു മെസ്സേജും കൂടെ വരികയാണ്. ഇവരുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെ ആകുമ്പോൾ ഇങ്ങനെ കുറച്ചുകൂടെ പ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇവിടെ വേറെ ഏതെങ്കിലും പിള്ളേരുണ്ടോ എന്ന് നോക്കാൻ പറയുമ്പം ഇല്ല, ആരുമില്ല, ആരും ഫുള്ളായിട്ട് കഴിവ് വന്നിട്ടുള്ളവരല്ലെന്നാണ് കെൻഡ പറയുന്നത്. പിന്നെ കുറച്ചു നേരം ആലോചിച്ചിട്ട് ഒരാളുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കറിയാം. ഇവിടെ നമ്മുടെ ഹാപ്പി കപ്പിളാണെങ്കിൽ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കാണ്. ജെഫാണെങ്കിൽ എണീറ്റിട്ട് നിങ്ങൾ വയസ്സിനെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കാണ്, കുറച്ച് ജെന്റിലായിട്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഫുള്ള് സ്ട്രെങ്ത് എടുത്തല്ലേ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ശിശുക്കളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിട്ടേക്കും. എന്തായാലും സംഭവം എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തവും സ്ഫുടവുമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതെന്തിനാ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്കൊരു അനീതിയുണ്ട്. അവൾ +1 സയൻസിലാണ് പഠിക്കുന്നത്. എന്നിട്ട് പോലും ഈ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു തേങ്ങാ കൊലയും മനസ്സിലാവത്തില്ല. കൊച്ചു ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്തിരുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഭയങ്കരമായിട്ട് തിരിച്ച് നിൽക്കുമ്പോഴാണ് ആരോ വന്നിട്ട് കഴുത്തിന് കത്തി വെക്കുന്നത്. നോക്കുമ്പോൾ കെൻഡയാണ്. അപ്പം ഡാഡി പറഞ്ഞ ആള് നമ്മുടെ ചെക്കനാണ്. ഇതിങ്ങനെ നടക്കുള്ളൂ എന്ന് ഞാൻ ഊഹിച്ചായിരുന്നു. ഇതേ സമയത്താണ് നമ്മുടെ അലൻ അവിടെ ബെഡിൽ നിന്ന് എണീക്കുന്നത്. എണീറ്റിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് നമ്മുടെ ചെക്കൻ എവിടെയാണെന്ന് നോക്കുന്നുണ്ട്. ഇവിടെ ജെഫിനെ കയ്യും കെട്ടി വായിൽ ടേപ്പ് ഒട്ടിച്ച് കെൻഡ കൊണ്ടുപോയി കൊണ്ടിരിക്കാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അവൻ്റെ ഫോണിൽ കോൾ വരുന്നത്. അത് കേട്ടിട്ട് കെൻഡയാണെങ്കിൽ ഫോൺ എടുത്ത് നേരെ വഴിയെ വരുന്ന ഒരു 3 പയ്യന്മാരുടെ അടുത്ത് ഇതെടുത്തോളാനും പറഞ്ഞ് ഫോൺ അവരുടെ അടുത്ത് കൊടുത്തിട്ട് നമ്മുടെ കൊച്ചിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവിടെ സോണിക്ക് ഫുഡ് അയച്ചുകൊണ്ടിരിക്കാണ്. അപ്പം അങ്ങോട്ടേക്ക് നോർത്ത് വന്നിട്ട് നല്ല സ്മെല്ലുണ്ടല്ലോ, എനിക്കും കൂടെ വേണമെന്ന് പറഞ്ഞ് വായും വിളിച്ച് നിൽക്കുവാണ്. എടുത്തു കൊടുക്കുന്നുണ്ട്. നിനക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി തിന്നൂടെയെന്ന് സോണിക്ക്. എൻ്റെ ബേബി ഇങ്ങനെ വാരിത്തരുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് അതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി തിന്നാൽ കിട്ടുമെന്നാണ് നോർത്ത് ചോദിക്കുന്നത്. അപ്പം അവിടെ ബേബി ഇരിപ്പുണ്ട്. അവനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് സോണിക്ക്. നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ, ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് നോർത്ത് പറയുന്നുണ്ട്. ബേബി ഭയങ്കര സാഡായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ എന്തുവേണേലും കഴിച്ചോളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോർത്താണെങ്കിൽ ഒരു ആപ്പിൾ എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ്. അത് നമ്മുടെ ബേബ് പിടിക്കുന്നില്ല. എന്ത് പരിപാടിയാണ് നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് സോണിക്ക വഴക്കം പറയുന്നുണ്ട്. എടാ, ഞാനെങ്ങനെ അറിയാനാ? സാധാരണയായിട്ട് ഞാൻ എന്തെങ്കിലും അവൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാച്ചി പിടിക്കുന്നതല്ലേ, ഇപ്പം എന്താ പറ്റിയെന്ന് പറഞ്ഞാണ് നോർത്ത് നിൽക്കുന്നത്. രണ്ടുപേരും കൂടെ ബേബിൻ്റെ അടുത്തേക്ക് പോയിട്ട് നീ ചാർലിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് സോണിക്ക് ചോദിക്കുകയാണ്. ഇതേപോലെ ആക്സിഡന്റിന് ശേഷം ചാർലി എനിക്ക് ബോൾ എറിഞ്ഞായിരുന്നു. അപ്പം എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് മനസ്സിലായത് എൻ്റെ സെൻസ് പോയെന്ന്. പക്ഷെ ആ സമയത്ത് ഓൾറെഡി തന്നെ ചാർലിൻ്റെ അടുത്തേക്ക് ആ ഒരു സെൻസ് പോയത്. അതിനുശേഷം ചാർലി മരിച്ചു കഴിഞ്ഞപ്പം അത് പിന്നെയും തിരിച്ചു വന്നു. പക്ഷെ ഇപ്പം പിന്നെ അത് പോയല്ലോ. പക്ഷെ ചാർലി മരിച്ചല്ലോ എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുവാണ്. ഇപ്പോഴല്ലേ നിന്റെ സെൻസ് തിരിച്ചു വന്നത്, അതുകൊണ്ടായിരിക്കുന്നത് സോണിക്ക് പറയുന്നുണ്ട്. നീ തിരക്ക് കൂട്ടണ്ട, അത് പതിയെ വരുന്നത് തന്നെയാണ് നല്ലത് എന്ന് നോർത്തും പറയുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കുന്നു പറഞ്ഞ് അവിടെ ബേബി ഇരിക്കുന്നു. ബേബി ഇവിടെ ഇങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അവിടെ ചാർലിക്കാണെങ്കിൽ അങ്കിള് പിന്നെയും ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 3 മണിക്കൂർ കൂടുമ്പം ആ ഒരു ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ സെൻസസ് പിന്നെയും തിരിച്ചു വരും. പുതിയൊരു മരുന്ന് പെർമനൻ്റ് ആയിട്ട് ഇത് പോകാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്ന അത്രയും കാലം ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നതാണ് അങ്കിള് പറയുന്നത്. മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പം ബേബിന് ആ ഒരു സെൻസ് ഉപയോഗിക്കാൻ പറ്റാണ്ടായത്. എന്തായാലും ചാർലി അവിടെ നിന്ന് എണീറ്റ് പോകാൻ നിൽക്കുന്നുണ്ട്. അങ്കിള് പറയുന്നുണ്ട് ഇപ്പം എവിടെയും പോവാതെയാണ് നല്ലത് എന്ന്. ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നടക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് അവൻ പറയുന്ന സമയത്ത് ശരി, ഓക്കെ, നിന്നെ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാണ്, ജസ്റ്റ് വീടിൻ്റെ അടുത്തൂടെ മാത്രമേ നടക്കാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ അലനാണെങ്കിൽ ജെഫിനെ അന്വേഷിച്ച് നടക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ എവിടെയും കാണുന്നില്ലല്ലോ. പോരാതിന് ആ കോഫി അവിടെ ഇരിക്കുന്നേ കാണുന്നുണ്ട്. വിളിച്ചു നോക്കുമ്പോഴാണെങ്കിൽ കിട്ടുന്നില്ല. റിപ്പീറ്റ്ലി വിളിച്ചു നോക്കുന്നുണ്ട്, കിട്ടുന്നേ ഇല്ല. അങ്ങനെ കിമ്മിനെയും നോർത്തിനെയും സോണിക്കിനെയും കൂടെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് ജെഫിനെ ഇങ്ങനെ കാണുന്നില്ല, അവനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയെന്ന് പറയുമ്പം നിങ്ങൾ രണ്ടും ഒരുമിച്ചല്ലേ ഉള്ളത് എന്ന് പറഞ്ഞ് അവന്മാരാദ്യം കളിയാക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അലൻ്റെ ഫോണ് ജെഫിൻ്റെ അടുത്താണല്ലോ ഉള്ളത്, അത് എടുത്തിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കോഡ് ചോദിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ് അലൻ ചോദിക്കുന്നത്. അങ്ങനെ സോണിക്ക് GPS വെച്ച് നോക്കി ഒരു സ്ഥലത്തേക്ക് കണ്ടുപിടിച്ച് പോകുന്നുണ്ട്. അവിടെ നിർത്തിയിട്ട് നോക്കുമ്പോൾ 3 പയ്യന്മാർ ഇരിപ്പുണ്ട്. ഇവരെന്തോ ചോദിക്കാൻ വരുമ്പോഴേക്കും അവന്മാരാണെങ്കിൽ ഓടുകയാണ്. എൻ്റെ ജെഫിൻ്റെ ഫോൺ കൊടുത്ത ആ പയ്യന്മാർ തന്നെയാണത്. ഒരുത്തന്നെ പിടിക്കുന്നുണ്ട്. ബാക്കി 2 പേരും ഓടുമ്പം അലനും കിമ്മും കൂടെ അവരെ പിടിച്ച് ഓടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം ഓടിച്ച് കഷ്ടപ്പെട്ട് പിടിച്ച് ഫോണും കണ്ടുപിടിക്കുന്നു.
ഇവന്മാരാണെങ്കിൽ നടന്ന കാര്യം പറയുമ്പം ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ജെഫിനെ കിഡ്നാപ്പ് ചെയ്തു എന്ന്. ഇവിടെ പീറ്റർ ബേബിനെ വിളിച്ചെടുത്തുന്നുണ്ട്. എന്താ എവിഡൻസ് കിട്ടിയോന്ന് ചോദിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്ലാനിലേക്ക് എന്തായാലും മറ്റൊരാളെയും കൂടെ കൂട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പീറ്റർ സംസാരിക്കുവാണ്. വേ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാനിതിലില്ലാന്ന് പറഞ്ഞ് ബേബ് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വേ വരുന്നത്. അവൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് ഹൃദയത്തിൽ നിന്ന് തന്നെ സോറി ചോദിക്കണം എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. കഴിഞ്ഞോ, എനിക്ക് നിന്റെ സംസാരം കേൾക്കാൻ താല്പര്യമില്ല, നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബേബ് പോവാൻ നിൽക്കുന്ന സമയത്ത് ശരിക്കും ഡാഡിന്റെ കാര്യത്തിൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് വേയോ പറയുന്നുണ്ട്. നിന്റെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ മണ്ടനായിരിക്കണം. 10 വർഷം ഞാൻ നിന്നെ വിശ്വസിച്ചു, എന്നിട്ട് മാറാത്തത് ഇപ്പൊ മാറാൻ പോവല്ലേ എന്ന് പറഞ്ഞാണ് ബേബ് സംസാരിക്കുന്നത്. അന്ന് എനിക്ക് അച്ഛനെ എതിർക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്കതിനെ പറ്റും. അച്ഛൻ പറയുന്ന കണക്ക് ചെയ്താൽ എന്നെ വിടുന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ വേദനിപ്പിക്കുകയാണ് ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്നെ അടക്കുന്ന ഭയങ്കര ഫീൽ ചെയ്ത് വേയോ പറയുന്നുണ്ട് ആ ഒരു കുറ്റബോധത്തില്. ഇത് അവൻ്റെ ട്രൂ ഫീലിങ്സ് ആണ്, എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പീറ്റും. അങ്ങനെ ഒരു വിധത്തില് ബേബും ഒറ്റയ്ക്കൊരു പ്രാവശ്യം അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് കിട്ടിയ എവിഡൻസും കാര്യങ്ങളൊക്കെ ടോണീനെ കൊടുക്കാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ നോക്കുമ്പം ടോണി പിള്ളേരെ കൊടുത്തിട്ട് പൈസ മേടിച്ചതിൻ്റെ ഒന്നും ഒരു വിവരം ഇല്ലല്ലോ. വേ പറയുന്നുണ്ട് അച്ഛനെപ്പോഴും ഭയങ്കര കെയർഫുൾ ആയിട്ട് തന്നെയാണ് നിൽക്കുക, അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും എവിഡൻസ് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ടീ വേൾഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് നോമിനിയായിട്ട് നിന്ന് അവിടെ റിയൽ എസ്റ്റേറ്റും സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ടോണിക്ക് ഇങ്ങനെയുള്ള പൈസകൾ കിട്ടാറുള്ളത് എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ ഈ ടീ വേൾഡ് എന്നുള്ള കമ്പനി കാരണമാണ് ബേബിൻ്റെ അച്ഛൻ പണ്ട് ഭയങ്കര കടക്കണിയിലായതും അതിനുശേഷം ബേബിനെ ഉപേക്ഷിച്ച് പോയതും എന്നിട്ട് ടോണി ബേബിനെ ദത്തെടുത്തതും. ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് കാലങ്ങളായിട്ട് ടോണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ആൽഫയായിട്ടുള്ള പിള്ളേരെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലീനെ ആദ്യം തളർത്തും, അതിനുശേഷം കുട്ടീനെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇവരെ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. ഇതേ സമയം കെൻ്റെ ഒരു റൂമിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ബോഡി ഗാർഡ്സ് ആണെങ്കിൽ ആരുടെ അടുത്തും ഇങ്ങോട്ട് കയറരുതെന്നാ പറഞ്ഞത് എന്ന് കെൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നെ തടയാനും മാത്രം നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോയെന്ന് ചോദിച്ച് കെൻ്റെ നേരെ അകത്തേക്ക് വന്നു. നോക്കുമ്പോൾ അവിടെ ഉള്ളത് ജെഫാണ്. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ അടുത്തൊന്നും നിൽക്കാതെ ഒരുപാട് ദൂരെ പോകണമെന്ന് ഞാൻ പറഞ്ഞതാണെന്ന് കെൻറ്റ. അച്ഛൻ നിർത്തുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ നിർത്താൻ പറ്റാന്നാണ് ജെഫാന് റിപ്ലൈ കൊടുക്കുന്നത്. ഇപ്രാവശ്യം എനിക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് കെൻറ്റ പറയുന്നത്. അപ്പോഴാണ് നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അന്ന് കെൻറ്റ ജെഫിനെ പിടിച്ചായിരുന്നല്ലോ, അതിനുശേഷം എങ്ങനെയാണ് അവൻ തിരിച്ചു വന്നത് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കെൻറ്റ അവൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചിരുന്നെങ്കിലും ഇവനെ അന്വേഷിച്ച് ബോഡി ഗാർഡ്സ് വന്ന സമയത്ത് അവൻ ആ സൈഡിലേക്കാ പോയത് എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പറഞ്ഞു കൊടുത്ത് അവിടെ നിൽക്കുന്ന ജെഫിനെ നോക്കുന്നുണ്ട്. അതായത് അന്ന് കെൻഡാറിനാണ് ജെഫ് രക്ഷപ്പെട്ടത്. ജെഫ് കെൻഡന്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം കെൻഡ ജെഫിൻ്റെ അടുത്ത് പറയുന്നത് നീ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാനാണ്. അതും പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇവരിങ്ങനെ സംസാരിച്ചതൊക്കെ ടോണി അവിടെ ഇരിക്കുന്ന CCTV വഴി ലാപ്പിലൂടെ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആരോ വിളിച്ച് പറയുന്നുണ്ട് നീ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാനുള്ള സമയമായിരുന്നു. ഇവിടെ ബേബും പീറ്റും വേയും കൂടെ കെൻഡനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവരെ കെൻഡയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കാണും. ബേബിനാണെങ്കിൽ കെൻഡൻ്റെ കാര്യത്തിൽ ഒരു വിശ്വാസമില്ല. പക്ഷേ പീറ്റു പറയുന്നത് കെൻഡയും ടോണീൻ്റെ കാര്യത്തിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ബേബിനെ കാര്യത്തിൽ തീരെ വിശ്വാസമില്ല. ഇത്രയും കാലമായിട്ട് ടോണീൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കുന്ന ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിന് ബേബിന് ഒരു വിശ്വാസമില്ല. മോശപ്പെട്ട കാര്യം അല്ലെങ്കിൽ ടോണീൻ്റെ അടുത്ത് നിന്ന് വരുന്ന എന്ത് ഓർഡറും അവൻ ഫോളോ ചെയ്യും. ഇത് ഇവർക്കുള്ള ഒരു ട്രാപ്പ് ആയിക്കൂടെന്ന് എന്താ ഉറപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബേബ് നിൽക്കുന്നത്. ഒരാൾ അങ്ങനെ ഇങ്ങനെയൊന്നും മാറത്തില്ലെന്നും പറഞ്ഞ്. പക്ഷേ ഒരാൾ അങ്ങനെ മാറുന്നാണ് വേയ പറയുന്നത്. അവൻ്റെ കാര്യം അങ്ങനെയാണെന്നാണ് പറയുന്നത്. പക്ഷെ ബേബ് അതും അങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നില്ല. എന്തായാലും ഒരു അവസരം കൊടുക്കുക, അല്ലാതെ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, ഇതിങ്ങനെയല്ലേ അറിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് പീറ്റേക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കെൻഡ വരുന്നത്. നിങ്ങൾ പറയുന്ന കണക്ക് അച്ഛനെ എതിർത്ത് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളോടെ ഞാൻ നിൽക്കത്തില്ലെന്നാണ് കെൻഡ പറയുന്നത്. ഇത്രയും കാലമായിട്ട് നല്ലൊരു ലൈഫ് എനിക്ക് തന്നത് അച്ഛനാണ്. അങ്ങനെയുള്ള അച്ഛനെ സതിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാവത്തില്ല, എന്തൊക്കെ സംഭവിച്ചാലും എന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്. അതുമാത്രമല്ല അവർക്ക് സ്നേഹവും ഒരു നല്ല ലൈഫും തന്നത് ടോണിയാണ്. അതുകൊണ്ട് തന്നെ ഇവരും നന്ദിയാണ് ടോണീൻ്റെ അടുത്ത് പ്രകടിപ്പിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിർത്താൻ നോക്കുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ബേബ് പറയുന്നുണ്ട് അതെ ശരിയാണ്, നല്ലൊരു ലൈഫൊക്കെ തരുന്നുണ്ട്. പക്ഷെ ആ പിള്ളേർക്ക് എന്തെങ്കിലും അവരുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുമോ? എല്ലാം ഒരാൾ പറയുന്ന കണക്ക് വേണം ചെയ്യാൻ. ഇപ്പോൾ ടോണി ആണെങ്കിലും അതെ, എവിടെയെങ്കിലും വിൽക്കുവാണെങ്കിൽ അവിടെയാണെങ്കിലും അതെ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല. ഇതൊരു നല്ല ലൈഫാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ കാര്യം നിനക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. പക്ഷേ ടോണീൻ്റെ അടുത്ത് നിന്ന് മുക്തി നേടിയിട്ടുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും നിന്റെ ഇഷ്ടത്തിന് നിനക്ക് ജീവിക്കാന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തില് ബേബ് അവനെ സമാധാനിപ്പിച്ചെടുക്കുന്നുണ്ട്. ടോണി കെന്റനെ ഒരു നായായിട്ട് മാത്രമാണ് കാണുന്നതെന്നുള്ള കാര്യം അത്രയും ബേബ് എടുത്തു പറഞ്ഞിട്ടും ഇവൻ നേരെ പോകുന്നത് ടോണീൻ്റെ അടുത്തേക്കാണ്. എന്താ അവരെ കണ്ടിട്ട് എന്തായിന്ന് ചോദിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് ഇതൊക്കെ നിർത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കെന്റ പറയുന്നത്. ഓ അങ്ങനെയാണോ? പക്ഷെ നീ പറയുന്ന കേട്ടിട്ട് അവരുടെ സൈഡിലേക്ക് നീ ആയണൊക്കെ ഉണ്ടല്ലോ, എന്നെ വിട്ടെന്ന് തോന്നുന്നല്ലോന്ന് ടോണി. ഇല്ല സാ, ഞാൻ നിങ്ങളെ ഒരിക്കലും വിടത്തില്ല, ഒരിക്കലും ഞാൻ നിങ്ങളെ ചതിക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് കെന്റ നിൽക്കുന്നത്. ഇവൻ എത്ര കിട്ടിയാലും പഠിക്കില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇത് കേട്ടിട്ടും അങ്ങേരാണെങ്കിൽ അവന്റെ ചള്ളക്ക് എന്നാ വലിച്ചോർണം വെച്ചു കൊടുക്കുന്നുണ്ട്. ബേബിന്റെ അടക്കം അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴായിട്ട് കെന്റേന്റെ അടുത്ത് ടോണി പറഞ്ഞിട്ടുള്ളത്. അപ്പോഴൊന്നും അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ജസ്റ്റ് അവരുടെ അടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു എന്നും പറഞ്ഞു വന്നിട്ടാണ് ഈ കിടന്ന് അടിക്കുന്നതും ഭയങ്കരമായിട്ടായിരുന്നു വഴക്കുറയുന്നതും. ഒരു മനുഷ്യനെ കൊണ്ട് കേട്ട് നിൽക്കാൻ പറ്റാത്ത വിധം മുറിവേൽപ്പിക്കുന്ന കണക്കാണ് അങ്ങേരെ സംസാരിക്കുന്നത്. ഇവനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലെന്ന് എപ്പോഴും പറയുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര വൾഗറായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മനുഷ്യനാണോ എന്ന് തോന്നിപ്പോവും, അമ്മാതിരി വർത്താനാണ് പറയുന്നത്. എന്നിട്ടും കെൻ്റെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കെഞ്ചിക്കൊണ്ട് പറയുന്നുണ്ട്, സോറിയും ചോദിച്ച് ഞാൻ നിങ്ങളെ ഒരിക്കലും ചതിക്കാൻ ശ്രമിച്ചിട്ടില്ല, അങ്ങനെ നടക്കുവാണെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ എടുത്ത് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിക്ക്. ഇവനാണെങ്കിൽ ഇങ്ങേരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ള രീതിക്കാണ് അവൻ നിൽക്കുന്നത്. എൻ്റെ ജീവൻ പോലും തരാമെന്ന് പറയുമ്പം അവൻ്റെ അടുത്ത് ടോണി പറയുന്നത് അതിന് നിന്റെ ജീവന് വിലയുണ്ടെന്നാണോ വിചാരിക്കുന്നതെന്നാണ്. ഒരു വിലയില്ലാത്ത സാധനമാണെന്ന്. അങ്ങനെ പച്ചയ്ക്ക് അപമാനിച്ചിട്ടും ഈ ചെറുക്കനാണെങ്കിൽ അങ്ങേരുടെ അടുത്ത് നിന്ന് വിട്ടുപോകാൻ ഒരു ഉദ്ദേശമില്ല. നിനക്ക് ഇനി ഇവിടെ ഒരു സ്ഥാനമില്ല, ഇനി ഇങ്ങോട്ടേക്ക് കയറി പോകരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങേരെ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ അങ്ങേരെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് വിഷമത്തിൽ പറയുന്നുണ്ട്, കെഞ്ചി ചോദിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന്. അച്ഛാന്ന് വിളിച്ച് പറഞ്ഞ് സംസാരിക്കുമ്പം ഇങ്ങനാണെങ്കിൽ തിരിഞ്ഞു നിന്ന് അവൻ്റെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്ത്, ഞാൻ നിന്റെ അച്ഛനല്ല, നിന്നെ ഒരിക്കലും ഞാൻ മോനായിട്ട് കണ്ടിട്ടുമില്ല, ഒരു പട്ടീനെ പോലെയാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത്, അത്രേ ഉള്ളൂ. നിനക്ക് ഇനിയിപ്പോൾ അഥവാ പട്ടിയായിട്ട് നിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ ശരി ഓക്കെ, ഇവിടെ നിന്നോ, താഴെ ഗാർഡായിട്ട് നിന്നോ എന്ന് പറഞ്ഞ് കൈ അങ്ങ് നീട്ടുവാണ്. ഈ ചെറുക്കനാണെങ്കിൽ ഈ നായ്ക്കുട്ടിക്കൊക്കെ കൈ നീട്ടുമല്ലോ, അതേ കണക്കാണ് നീട്ടുന്നത്. ഇവനും കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. ഇത്രേനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും ചെയ്തിട്ടും നെഞ്ചിനര ചവിട്ടി. എന്നിട്ട് പോലും അവൻ അത്രയും നിന്ന് അങ്ങേർക്ക് ലോയലായിട്ട് നിന്നിട്ട് ഇമാതിരി പരിപാടിയാണ് കാണിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനായിട്ട് കൂട്ടാവോ? അങ്ങനെ എന്തായാലും ഇവൻ്റെ അടുത്ത് ജസ്റ്റ് ഗാർഡായിട്ട് ഒരു നായിയായിട്ട് ഇവിടെ നിന്നോളാനും പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വിന്നർ വരുന്നത്. വിന്നറാണെങ്കിൽ കെൻറ്റനെ നോക്കിയിട്ട് ഒരുമാതിരി ഒരു പുച്ഛത്തോടെ കളിയാക്കുന്ന നടക്കുള്ള ഒരു രീതിക്കാണ് നോക്കുന്നത്. കെൻറ്റയും പതിയെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ടോണി ഉണ്ട്. വിന്നറിൻ്റെ അടുത്ത് കെൻറ്റ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പൊസിഷൻ, അതായത് ടോണീൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കാൻ പറയുവാണ്. ടോണി ഇമ്മാതിരി ഒരു പരിപാടി കാണിക്കുമ്പം ആ പാവൻ ചക്കന് എന്തോരം വിഷമമുണ്ടാവും. ഇവിടെ ടോണിക്ക് എന്തോ ഒരു ഡോക്യുമെൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്ന സമയത്ത് അയാളുടെ അടുത്ത് നിന്ന് അത് മേടിക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. സാധാരണയായിട്ട് കെൻ്റെ ആണല്ലോ വരാറ്, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്യാനുള്ള പവർ ഉണ്ടല്ലോ, അയാളുടെ മേത്തേക്ക് കൈവച്ചിട്ട് ആ ബേഗ് തായോ എന്ന് പറയാണ് അങ്ങേരുടെ അടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉറങ്ങിക്കൊള്ളാനും പറഞ്ഞ് വേറൊന്ന് പോകണം അങ്ങേരോടെ ബോധം കെട്ടി വീഴുന്നു. അപ്പം അങ്ങോട്ടേക്ക് വേറൊരാൾ തോക്ക് വെച്ചുകൊണ്ട് വരാണ്. അയാളുടെ മണ്ടക്കടിച്ച് 2 കൊടുത്ത് ബേബും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ പോവാൻ നിൽക്കുന്ന സമയത്താണ് വണ്ടീൻ്റെ ഡോറും തുറന്ന് വിന്നർ തോക്കുമായിട്ട് വരുന്നത്. ഒന്നാമത് വിന്നറിന് മെൻ്റലും അഹങ്കാരവും കുറച്ച് കൂടുതലാണ്. അങ്ങനെയുള്ളപ്പം ബേബിനെയും വേനയും കിട്ടിയാൽ അവൻ വെറുതെ വിടൂ. രണ്ടിൻ്റെയും നേരെ തോക്ക് ചൂണ്ടിയിട്ട് ബേബിൻ്റെ കയ്യിലുള്ള ആ ഒരു കമ്പി താഴെയിടാൻ പറയുന്നുണ്ട്. അതേ കണക്ക് വേൻ്റെ അടുത്തുനിന്ന് ആ ഒരു ബേഗും മേടിക്കുന്നുണ്ട്. തോക്കും കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പം ഇവർക്കും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വിന്നറാണെങ്കിൽ ആ ഒരു ബേഗ് കാറിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന സമയത്ത് ബേബ് അവൻ്റെ കയ്യിലുള്ള തോക്ക് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിലൊരു അടി ഉണ്ടാക്കുന്ന സമയത്ത് നേരത്തെ വീണുപോയ ആൾ എണീറ്റ് വരുന്നുണ്ട്. അങ്ങനെ അയാളും വേയും തമ്മിലടി. അങ്ങനെ മൊത്തത്തിലൊരു പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ ആൾ അടിച്ചിടുന്നുണ്ട്. വിന്നറും ബേബും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നത്. പീറ്റാണ്. അങ്ങനെ പീറ്റ് രണ്ടുപേരെയും കൂട്ടിയിട്ട് അവിടെ പോകുന്നുണ്ട്. ഇവിടെ നോർത്തും സോണിക്കും കൂടെ ബേബിന് മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അലനാണെങ്കിൽ ഭയങ്കരമായിട്ട് ആ വഴക്കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു വലിയ കാര്യത്തിന് ഇവരൊന്നും കൂട്ടാണ്ട് ഒറ്റയ്ക്ക് അങ്ങ് പോയിട്ട് ഇങ്ങനെ പണി മേടിച്ച് വന്നേന്. ഇത്രയും റിസ്ക് ഉള്ള കാര്യം ഇവരെ കൂട്ടാണ്ട് ചെയ്താണ് ഇങ്ങനെ നടന്ന് വഴക്കുറയുന്നത്. അതേ കണക്ക് ജെഫ് കാണാണ്ട് പോയിട്ട് ഇവരെല്ലാം കൂട്ടിയിട്ട് പോയി അന്വേഷിച്ചായിരുന്നല്ലോ. അത് തൻ്റെ അടുത്ത് പറയാത്തതിന് ബേബും തിരിച്ചു പറയുന്നുണ്ട്. അതേപോലെ വേൻ്റെ അടുത്ത് ക്ഷമിച്ചു എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് അവൻ ഇപ്പോഴും 100% ഒന്നും വിശ്വാസമില്ല. പിന്നെ ഈ ഒരു പരിപാടിക്ക് എല്ലാവരും കൂടെ വേണം. ചാർലിക്ക് വേണ്ടിയിട്ട് എനിക്ക് റിവെഞ്ച് എടുക്കണമെന്ന് ബേബ് സംസാരിക്കുകയാണ്. അപ്പോൾ അലനാണെങ്കിൽ എൻ്റെ ജെഫിനെ തിരിച്ചെടുക്കണമെന്ന് പറയുന്നു.
ഈ സമയത്താണ് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് പീറ്റും വെയും കൂടെ വരുന്നത്. നാളെയാണ് ടോണി ചാരിറ്റി ഇവന്റ് നടത്തുന്നത്. അതിൽ ആരാണ് ആ ഒരു സ്പെഷ്യൽ കിഡിനെ മേടിക്കുന്നതെന്നുള്ള ആ ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഒരു കൊച്ചിൻ്റെ മേലെയുള്ള ലേലം. അപ്പം ഇത് തടയുക അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കലാണ് ഇവർക്കിപ്പോൾ ആദ്യം വേണ്ടത്. ടോണീൻ്റെ ഒരു ഇൻവെസ്റ്ററിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് കിട്ടിയ ആ ഒരു ഇൻവിറ്റേഷൻ വെച്ചിട്ട് ഇവർക്കും ചാരിറ്റി ഇവൻറ്റിലേക്ക് പോകാൻ പറ്റും. ബാക്കി കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ വെയും പറയുന്നുണ്ട് ഈ ഒരു ചാരിറ്റി ഇവൻറ്റിൽ ടോണീൻ്റെ യഥാർത്ഥ മുഖം നമ്മൾ കാണിക്കുവാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ അയാളെ കൊടുക്കാൻ പറ്റുന്നു. പിന്നെ അലൻ്റെ അടുത്ത് പീറ്റർ പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. നാളത്തെ ഓപ്ഷനിൽ ഒരു ഫ്യൂച്ചർ കാണാൻ പറ്റുന്ന, അതായത് നമ്പർ 1 ആയിട്ടുള്ള ടോണീൻ്റെ കിഡിനെയാണ് വെക്കുന്നതെന്ന്. അങ്ങനെ നോക്കുമ്പം അത് ജെഫ് ആയിരിക്കണമല്ലോ. ഇവിടെ വിന്നറാണെങ്കിൽ ഭയങ്കരമായിട്ട് ടോണീൻ്റെ അടുത്ത് വന്ന് വീരവാദം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അടുത്താണ് ആ ഒരു ബേഗ് ഉള്ളത്. ജസ്റ്റ് മിസ്സിനാണ് അവർ മിസ്സായി പോയത്. അല്ലായിരുന്നെങ്കിൽ ബേബിനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അത് അവരുടെ ലക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നടന്ന് സംസാരിക്കുന്നുണ്ട്. ബേബിന് അവൻ്റെ സെൻസുകൾ തിരിച്ചു കിട്ടിയോന്ന് ടോണി. അങ്ങനെയാണ് തോന്നുന്നത്. അവൻ ഭയങ്കര വിജിലൻ്റ് ആയിരുന്നു എന്ന് വിന്നറും പറയുന്നുണ്ട്. ശരി, ആ ബേഗ് എൻ്റെ റൂമിൽ കൊണ്ടുവച്ചേക്കെന്ന് പറഞ്ഞ് ഇവരിവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ബേബാണെങ്കിൽ ചാർലിൻ്റെ ആ ഒരു ഗ്ലൗസ് നോക്കി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വരികയാണ്. എല്ലാവരും റെഡിയായി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് നമ്മൾ പഴയ ആ ഒരു ടൈമിലേക്ക് പോവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. ഏത് ടൈമാണെന്ന് ബേബ്? പണ്ട് നിനക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ടൈമാണെന്ന് വേവ്. ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷെ അത് ഈ അടുത്തൊന്നും ഉണ്ടാവത്തില്ല. എപ്പോഴാണെന്ന് എനിക്ക് പറയാനും പറ്റത്തില്ലെന്ന് ബേബ്. മുന്നേ നടന്ന കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേവ് സോറിയും ചോദിക്കുന്നുണ്ട്. ഇവിടെ ചാർലി അവൻ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു റൂമിലേക്ക് കയറുവാണ്. നോക്കുമ്പോൾ അവിടെ ബേബിൻ്റെ ഫോട്ടോ ആണെന്നു. നോക്കുമ്പം 2-3 ഫോട്ടോസ് ഉണ്ട്. അവിടെ ഒന്ന് തപ്പി നോക്കുമ്പോഴാണ് കാണുന്നത് അവിടെ ഒരു ഫോട്ടോ ആൽബം പോലെ ബേബിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. കുഞ്ഞിലെ മുതലുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അങ്കിൾ വരുന്നത്. നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളും ടോണീനെ പോലെയുള്ള ഒരാളാണോ? എന്തിനാ ബേബിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്? എന്തിനാ അവനെ ഫോളോ ചെയ്യുന്നതിനൊക്കെ ഇവൻ കുറച്ച് നെർവസ് ആയിട്ട് കുറച്ച് ടെൻഷനായിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ ടോണീനെ പോലെ ഒരാളല്ല. പിന്നെ ബേബിൻ്റെ കാര്യം, എൻ്റെ ഒരേ ഒരു മോൻ നല്ലതായിട്ടിരിക്കുന്നോ ഇല്ലയോ എന്ന് എനിക്ക് നോക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് ബേബിൻ്റെ അച്ഛനാണെന്ന് സാരം. പിറ്റേന്ന് ഓപ്ഷൻ നടക്കുന്നതാണ് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത്. അവിടെ നടക്കുന്നതാണെങ്കിൽ കുറച്ച് ആർട്ടുകളുണ്ട്. അതിൻ്റെ കൂടെ ഓരോ സ്പെഷ്യൽ പവേഴ്സുള്ള പിള്ളേര് വന്ന് നിൽക്കും. അപ്പം ഈ വന്നിരിക്കുന്ന മില്യണേഴ്സ് വിളിക്കുന്നത് ആ കൊച്ചിനുള്ള റേറ്റാണ്. പക്ഷെ ബാക്കി കാണുന്നവർക്ക് അത് ആ ഒരു ആർട്ടിനുള്ള റേറ്റാണ്. ഈ സ്കൂളിലൊക്കെ പരിപാടിക്ക് ചീഫ് ഗസ്റ്റുകളൊക്കെ വന്നാൽ പിള്ളേർ കൊണ്ടുപോയിട്ട് അവർക്ക് പൂവൊക്കെ കൊടുക്കുമല്ലോ. അമ്മാതിരി ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പുറമേന്ന് കാണുമ്പോൾ ഇങ്ങനെയാണെങ്കിലും ഉള്ളിൽ കുട്ടികളെയാണ് കച്ചവടം ചെയ്യുന്നത്. ഇവിടെ ഇപ്പുറത്തെ നമ്മുടെ പയ്യന്മാരൊക്കെ വരുന്നുണ്ട്. 2 പേരാണെങ്കിൽ നേരെ ആ ഒരു ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. വേയും പീറ്റും കൂടെ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ബേബാണെങ്കിൽ അവനെ കഴിഞ്ഞ ദിവസം ഒന്നും ആ ഒരു ഡോക്യുമെൻ്റ് എടുക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അലൻ ജെഫിനെ രക്ഷിക്കാനും. അവിടെ 1ാമത്തെ ഓപ്ഷൻ അവസാനിച്ച് 2ാമത്തെ ഓപ്ഷന് വേണ്ടിയിട്ട് ഒരു കൊച്ചിനെ കൂട്ടിയിട്ടുമാണ്. അവിടെ ജെഫിനാണെങ്കിൽ ഭയങ്കര വിഷമം ആ പിള്ളേരുടെ കാര്യാവസ്ഥ, ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട്. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ബോഡി ഗാർഡിനെ ആരും അടിച്ചിരുന്ന സൗണ്ട് കേൾക്കുന്നത്. നോക്കും വേണ്ട അലൻ. ഇവർക്കാണെങ്കിൽ പരസ്പരം കണ്ടിട്ട് ഭയങ്കര സന്തോഷം കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ജെഫിനെയും കൂടിയിട്ട് അലൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ജെഫിനാണെങ്കിൽ ഭയങ്കര വിഷമം ആ പിള്ളേരെ മാത്രം അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്നതിന്. അവൻ വിമ്മ ഇഷ്ടപ്പെട്ട് നിൽക്കുമ്പം അലൻ ജെഫിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ ബേബാണെങ്കിലും ഓരോരുത്തരുടെ കൂടെ അടി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ പീറ്റും വേയും ആണെങ്കിൽ നേരെ ആ ഒരു ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. ക്ഷണിക്കാത്ത ഗസ്റ്റ് അല്ലേ. അപ്പം പീറ്റ് തന്നെ വന്നിട്ട് പറയുന്നുണ്ട് എനിക്കും ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട്. ഞാനും കൂടെ ഇവിടെ നിന്നോട്ടെ അച്ഛാന്നും പറഞ്ഞ് ചോദിക്കുകയാണ്. പുറമേ നല്ലൊരു മുഖം മൂടി അണിഞ്ഞ് നല്ലവനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് ഒരാളിങ്ങനെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനും കൂടെ കൂടിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം അത് ഇത്രയും പേരുടെ മുന്നേ വന്ന് ചോദിക്കുമ്പം പറ്റത്തില്ലെന്നാ പറയാൻ പറ്റുമോ? വായോന്ന് ഭയങ്കര നല്ലവനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. ഇവിടെ ബേബാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2-3 ബോഡി ഗാർഡ്സ് വരുന്നുണ്ട്. ഒരാളടിക്കുമ്പോഴേക്കും ഇപ്പുറത്ത് ഒരാൾ അവൻ്റെ തലയ്ക്ക് തന്നെ അടിക്കുന്നു. ചോര വരുന്നുണ്ട്. ബേബ് അവിടെ ഇരുന്ന് പോകുന്നു. പക്ഷേ ഈ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ചാർലി വന്നിട്ട് അവിടെയുള്ളവരെയൊക്കെ ഒരു കമ്പി വെച്ച് അടിക്കുന്നുണ്ട്. എല്ലാത്തിനും അടിച്ചിട്ട് ബേബിന് എങ്ങനെയുണ്ടെന്ന് നോക്കി നിൽക്കുകയാണ്. ബേബും ഇതാരാണ് വന്ന് ഹെൽപ്പ് ചെയ്തതെന്ന് നോക്കുന്നുണ്ട്. ചാർലിനെ കാണുന്നുണ്ട്. കുറച്ച് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ 12ാമത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഇനി ഒരു എപ്പിസോഡും കൂടിയേ ഉള്ളൂ. അതോടെ ഈ സീരീസ് കഴിയുവാണ്.